കടുവയെ നിരീക്ഷിച്ചു വരികയാണ് വനം വകുപ്പിൻ്റെ പ്രത്യേക സംഘം. എരുമേലി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കടുവയെ നിരീക്ഷിച്ചു വരുന്നത്. ഇന്നലെ വൈകിട്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കടുവയെ കണ്ടിരുന്നു. അതിനുശേഷം വനം വകുപ്പ് ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഈ അല്പസമയം മുമ്പ് വരെയും ഇത് സമാനമായ രീതിയിൽ തന്നെ നിരീക്ഷണം തുടരുകയാണ്. കടുവയെ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന എനിക്ക് പിന്നിൽ കാണുന്ന ഈ ചതുപ്പ് ഭാഗത്താണ് കടുവ ഉള്ളത്. അവിടെ നിന്ന് അല്പസമയം മുമ്പ് ഈ കടുവ പുറത്തേക്കൊന്ന് ഇറങ്ങി വെയിൽ ഉള്ള ഭാഗത്തേക്ക് വന്ന ശേഷം വീണ്ടും ആ ചതുപ്പിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന റേഞ്ച് ഓഫീസർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ അല്പസമയം മുമ്പ് കടുവ കണ്ടിരുന്നു. അതായത് ഇന്നലെ ഒരു 4 മണിയോട് കൂടി നമ്മുടെ സർവൈലൻസിലുണ്ട്. അപ്പോൾ അതിനുശേഷം രാത്രി ത്രൂ ഔട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 6 മണി വരെയൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒരു ഗ്യാപ്പ് വന്നു. അതിനുശേഷം നമ്മളിപ്പോൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടപ്പോൾ എങ്ങനെ ഒരു അവസ്ഥയിലുണ്ട്? ഇപ്പോൾ കണ്ടപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെയിലത്തോട്ടൊന്ന് ഇറങ്ങി പിന്നെയും അത് ഈ പറയുന്ന പോലെ ഷെയ്ഡിലേക്ക് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഷെയ്ഡിലേക്ക് ഉള്ളതൊന്ന് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ചെയ്യാനുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് നോക്കാനുണ്ട്. വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? വൈദ്യപരിശോധന നടത്താനുള്ള തീരുമാനമുണ്ടോ? നമ്മുടെ ഒരു ഡോക്ടേഴ്സിൻ്റെ ടീം ഇപ്പോൾ ഇവിടെ വരും. നമ്മുടെ തേക്കടിയിലുള്ള ഡോക്ടേഴ്സും കോട്ടയത്തുള്ള ഡോക്ടറും വരും. അതിനുശേഷം അവർ വിഷ്വൽസ് എല്ലാം കിട്ടി കളക്ട് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ അവർ ഉറപ്പുവരുത്തും. അതിനുശേഷം നെക്സ്റ്റ് എന്താണ് ഒരു പ്രോട്ടോക്കോൾ നമ്മളിന്ന് നോക്കും. DFO ഉൾപ്പെടെ എത്താൻ സാധ്യതയുണ്ടോ? സാറ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ ഇപ്പം എത്തും മിക്കവാറും. തീർച്ചയായും. എന്തായാലും പ്രഥമ പരിഗണന നൽകുന്നത് ഈ കടുവയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാനാകുമോ എന്നുള്ളതടക്കം ആ സാധ്യതകളും വനം വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും കടുവയുടെ ആരോഗ്യനില അത് അല്പം ഗുരുതരമാണ്. കാലിനേറ്റ പരിക്ക് അല്പം ഗുരുതരമാണ് എന്നുള്ളൊരു വിലയിരുത്തൽ വനം വകുപ്പിനുണ്ട്. ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഒരു കുരുക്കിലകപ്പെട്ടുണ്ടായ മുറിവാകാം എന്നുള്ളൊരു സംശയവും വനം വകുപ്പിനുണ്ട്. എന്തായാലും ഈ ചതുപ്പിനോട് ചേർന്ന്, അത് ഈ ജനവാസ മേഖലയോട് ചേർന്ന് തന്നെയാണ് ഇപ്പോഴും ഈ കടുവയുള്ളത്. കാരണം ഇതിനോട് ചേർന്ന് ഞാൻ ഈ നിൽക്കുന്ന പ്രദേശം തോട്ട മേഖലയാണ്. ഇതിൻ്റെ ഒരു ഭാഗം അത് ഈ ലയങ്ങളൊക്കെ കൂടുതലുള്ള പ്രദേശമാണ്. ഇതുവഴി നിരവധി ആളുകൾ സഞ്ചരിച്ച് പോകുന്നുണ്ട്. തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇതുവഴി കടന്നു പോകുന്ന ആളുകളാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് സമീപത്തായി സ്കൂൾ ഉണ്ട്, ഒരു LP സ്കൂളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്കൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്, വനം വകുപ്പ് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെല്ലാം അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. എന്തായാലും ഈ കണ്ട ഭാഗം അതിനോട് ചേർന്ന് ഒരു 300 മീറ്റർ അപ്പുറത്താണ് ഈ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഗ്രാമ്പി എസ്റ്റേറ്റിലെ വെടിക്കുഴി ഭാഗത്താണ് ഈ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ നിലവിൽ കടുവയെ കണ്ട ഭാഗം എന്ന് പറയുന്നത് ഗ്രാമ്പി എസ്റ്റേറ്റിൻ്റെ 16 നമ്പർ ഭാഗത്താണ്. അവിടെയാണ് ഇപ്പോൾ കടുവയുള്ളത്. അധികം ദൂരെയല്ല. കാരണം ഈ കടുവയ്ക്ക് അധികം ദൂരം സഞ്ചരിക്കാനും ആകില്ല. കാരണം ഏതാണ്ട് ഒരു 20 മീറ്റർ, ശരാശരി ഒരു 20 മീറ്റർ ദൂരം മാത്രമൊക്കെയാണ് സഞ്ചരിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള സമയം അവിടെ തന്നെ കിടക്കുകയാണ്. അല്പസമയം മുമ്പ് ഇവർ നടത്തിയ പരിശോധനയിൽ വെയിലുള്ള ഭാഗത്തേക്ക് കടുവ എത്തുകയും ചെയ്തു. അവിടെ നിന്ന് വെയിൽ കൊണ്ട ശേഷം പിന്നീട് വീണ്ടും ഈ ചതുപ്പ് ഭാഗത്തേക്ക് തന്നെ മാറിയിട്ടുണ്ട്. എന്തായാലും ഈ ആരോഗ്യനില പരിശോധിക്കും. അല്പസമയത്തിനകം തന്നെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇവിടെ എത്തും. അവരെത്തിയ ശേഷം ഈ കടുവയുടെ ആരോഗ്യനില പരിശോധിക്കുകയും അതിനുശേഷം മറ്റ് തുടർ നടപടികൾ എന്ത് എന്നുള്ളത് കോട്ടയം DFO കൂടി സ്ഥലത്തെത്തിയ ശേഷം കൂടിയാലോചനകൾ നടത്തിയ ശേഷം തീരുമാനമെടുക്കും.